ഹലോ ഗായ്സ്, ഒരാശാൻ കണ്ടോ? ഒരു ചെറിയ എന്തോ ഒരു സെറ്റപ്പ് മെഷീനായിട്ട് ആശാൻ നിലം നന്നാക്കാം. നോക്കിയേ, ഇവിടെ എല്ലാവരും കർഷകരാട്ടോ. അങ്ങനെയല്ല, കൃഷി. ഇതൊരു എന്തോ ഒരു മെഷീനും ജസ്റ്റ് എന്താണ് 2 ടയറും ഒരു എഞ്ചിനും പുല്ല് പറക്കാൻ ആശാൻ തന്നെ ഉണ്ടാക്കിയ മെഷീനാന്ന് തോന്നിട്ടോ. അത് ആശാൻ്റെ വീടോ സ്കൂളോ എന്തോ ഒന്നാണ് അവിടെ. ഇവിടെ ഒരു പെറ്റിൻ്റെ ഒരു സ്പോട്ടൊക്കെ ഉണ്ട്. എരുവിടം വീട്ടിൽ കുതിരകളുണ്ട് കേട്ടോ. കുതിര ആശാൻ ആദ്യം എനിക്ക് തോന്നുന്നു പുല്ല് വെട്ടുകയാണ്. പുല്ല് വെട്ടിയിട്ട് ആശാൻ മിക്കവാറും ഇന്ന് മിക്കവാറും 1 മണിക്കൂറിനുള്ളിൽ ആശാൻ ഇവിടെ ഫുൾ ലെവലാക്കും. ഇവിടെ ഫുൾ ഇപ്പം പച്ച പുല്ലാണ് കണ്ടോ. ഇവിടെ ഒരു ചർച്ച്, നമ്മളെ ഈ ചർച്ചിൽ നിന്നാണ് ഓരോ 1 മണിക്കൂർ കൂടുമ്പം ബെല്ലടിക്കുന്നത്. അതിനൊരു കുറച്ച് 5-6 10 വീടുണ്ട്, ഏകദേശം ഒരു 10 വീട്. അപ്പം ആശാൻ ആ മിഷ്യൻ കൊണ്ട് ട്രൈ ചെയ്ത് പോവുകയാണോ അല്ലെങ്കിൽ വേറെ ഏത് ഏരിയയിൽ കൂടെ വരികയാണോ മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി റെഡി ആകാറുണ്ട്. ആശാൻ ഒന്നും അടിച്ചു പോയി. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി അത് അറേഞ്ച് ചെയ്ത് വരും. അതായത് ആശാൻ അതിൻ്റെ അറേഞ്ച് ചെയ്യണം, അതിൻ്റെ വെട്ടുന്ന കട്ടിങ് അറേഞ്ച് ചെയ്ത് വരുമോ അല്ല ടെസ്റ്റ് ചെയ്യുമോ എന്തോ ചെയ്താണ് കേട്ടോ ആശാൻ. എനിക്ക് തോന്നുന്നു ആശാൻ അതൊന്നും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ആ മെഷീൻ വെച്ചൊന്ന് ഓടിച്ച് നോക്കി ഏത് ലെവലിൽ പുല്ല് പോകുന്നുള്ളത് ആശാൻ ട്രൈ ചെയ്തു. ഇനി എനിക്ക് തോന്നുന്നു ആശാൻ അത് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ടി വരും. അത് അവരൊരു ഈവനിങ് പരിപാടി എന്ന് പറയുന്നതാണിത്. ഓക്കെ, അതേപോലെ അവിടെ ഒരു വീട്ടിൽ അവിടെ നാഴിയുണ്ട്. ഒരു കോമ്പൗണ്ട് തിരിച്ചവരതിൻ്റെ ഒരു നാഴി, പിന്നെന്താണ് കുതിര, കോഴി എല്ലാമേ ഇരിക്കും. നമ്മളെ മാരുതിയുടെ വണ്ടി കേട്ടോ. ഇറ്റ്സ് നെയിംഡ് ഹിയർ, ഇറ്റ് ഈസ് വിത്താര എന്നാട്ടോ ഇവിടുത്തെ വണ്ടീൻ്റെ പേര്. വിത്താര നമ്മളെ നാട്ടിലെ ബ്രസേൻ്റെതാണ് വിത്താര. അവിടെ അതെന്താ സ്റ്റോപ്പ് പണി. കുതിരേനെ കാണണോ ഗൈസ്? കുതിര ഇருக்கு. കുതിരേനൊക്കെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാട്ടോ. കുതിരേനെ കാണിച്ചു തരാം. ഇതാണ് കുതിര. ഇതുണ്ട് കുതിരേനെ കുട്ടികളാട്ടോ. യു ക്യാൻ സീ. ഓ നോ ബ്രോ, കുതിര. അവർ നമ്മളെ വീഡിയോ കണ്ടിട്ട് പുറത്ത് വന്നിട്ടോ. ഇതേ കണ്ടോ, 2 കുതിരേൻ്റെ കുട്ടികൾ. അത്ര വയസ്സൊന്നും തോന്നില്ല കേട്ടോ. കുതിര അവർക്ക് മഴവെള്ളാണ്ടിരിക്കുക. അവർക്കൊരു ഷെഡും കാര്യങ്ങളും. മറ്റേ അവരൊരു കോമ്പൗണ്ടിൽ അവരൊരു വാക്കിംഗ് ഏരിയ പോലെ ഈവനിങ് കുട്ടികളെയും കൊണ്ട് 2 കുതിര ഉണ്ട് കേട്ടോ. ഇതേ ഒരു പേരാണ്. അവർക്ക് മഴവെള്ളാണ്ടിരിക്കാനുള്ള സെറ്റപ്പും. അവരെ പുല്ലായിരിക്കും മിക്കവാറും അവിടെ വളർത്തുന്നത് കേട്ടോ. അത് ആശാൻ ട്രാക്ടർ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ആശാൻ ട്രൈ ചെയ്തതാണ്. നമ്മൾ ആ മിഷ്യൻ വെച്ചൊന്ന് ട്രൈ ചെയ്തു. ആശാൻ അടുത്ത് എന്തുണ്ട്, ട്രാക്ടർ എടുത്ത് വരുന്നുണ്ട്. ട്രാക്ടർ സ്റ്റാർട്ടാക്കി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. ആശാൻ അതേ ട്രാക്ടർ എടുത്ത് വരുന്നു. ട്രാക്ടർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ ഇപ്പം ആശാൻ വൃത്തിയാക്കും മിക്കവാറും. ഇല്ല, ട്രാക്ടറിൻ്റെ നമ്പർ വേണം കേട്ടോ. പക്ഷേ ഇത് വേണ്ട, കോഡ് 95 വേണ്ട. എനിക്ക് തോന്നുന്നു ആ ട്രാക്ടറിൻ്റെ ബാക്കിൽ അത് മാറ്റി വരണം. അതായത് പുല്ല് പോക്കണമെങ്കിൽ അതിൻ്റെ മിഷൻ അതിലിപ്പില്ല. ഇപ്പോൾ ആക്ഷൻ അതൊരു JCB പർപ്പസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമുക്ക് നാളെ മിക്കവാറും നമ്മളിതിൽ നടക്കുമ്പോൾ മിക്കവാറും എന്തായിരിക്കും, അത് കൃഷിക്ക് അനുയോജ്യമാക്കിയിട്ടുണ്ടാവും അവർ ഈ ഒരു ഏരിയ. നാളെ ഞാൻ ഈ പള്ളിയും നാളെ നമ്മൾ നടക്കാൻ പോകണേ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ പക്ഷേ അത് പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ടാവും മിക്കവാറും. ഓക്കെ, അവിടെ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കമ്പനിയിൽ നമ്മളെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇന്നത്തെ ട്രെയിനിങ് അത്യാവശ്യം സെറ്റായി വരുന്നുണ്ട്. ഇപ്പം എവരിത്തിങ് ഐ തിങ്ക് ഓക്കെ നോ. ഇനി നമുക്ക് ഒരാഴ്ച കൊണ്ട് ഒക്കെ സെറ്റാവും, പ്രശ്നമൊന്നുമില്ല. ഏകദേശമൊക്കെ പ്രദീപ് അണ്ണനും രാഹുലേട്ടനും ആശാമാരായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ സെറ്റായി വരുന്നുണ്ട്.
ലോക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇന്ന് ശനിയാഴ്ച കേട്ടോ, ഇന്ന് ഇവിടെ കുറേ വണ്ടി ഉണ്ടാവും. കാരണം ഇന്ന് എല്ലാവർക്കും വീക്കെൻഡാണ്. പിന്നെ ഇന്ന് ഓസ്ട്രിയ, ജർമ്മനി ഈ 2 സ്ഥലത്ത് പോയി എല്ലാവരും പെട്ടു. ഇന്നും ശനിയും ഞായറും അവിടെ ബാനാണ്. അപ്പോൾ അവരൊക്കെ തിങ്കളാഴ്ച വരുള്ളൂ. നമ്മളവിടെ ജിജോ ആരാരും 4 പേര് ജർമ്മനിയിലുണ്ട്. അവർ അവിടെ പെട്ടു. വെള്ളിയാഴ്ച രാത്രി അവിടെ ലോക്കായി. അതായത് വെള്ളിയാഴ്ച ജർമ്മനിയിൽ ബാന്, ശനിയാഴ്ച ജർമ്മനിയിൽ ബാന്, ഞായറാഴ്ച ഓസ്ട്രിയ ബാന്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയായി ഗൈസ്. അവർ തിങ്കളാഴ്ച വരും കേട്ടോ. തിങ്കളാഴ്ച വന്നാൽ അവർ 2 സോഫ ആയിരിക്കും ഇപ്പോൾ. ഓക്കെ, ഇതൊക്കെ ഇന്ന് വന്ന വണ്ടിയാണ്. ലോക്കൽ ഓടി വരുന്നതായിരിക്കും. നമുക്ക് ട്രിപ്പ് 2 ടൈപ്പ് ഉണ്ട്, ലോക്കലും ഇൻ്റർനാഷണലും ഉണ്ട്. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇന്ന് പോയി കഴിഞ്ഞാൽ മിക്കവാറും 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് തിരിച്ചു വരുള്ളൂ. ലോക്കലാണെങ്കിൽ നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് തിരിച്ചെത്തും. ജസ്റ്റ് നമുക്കൊരു 3 മണിക്കൂർ അങ്ങോട്ടും 3 മണിക്കൂർ ഇങ്ങോട്ടും. പിന്നെന്താ, അത്രയേ വരുള്ളൂ. എന്താ വിപിൻ ചേട്ടൻ ട്രയലിന് പോകുക കേട്ടോ. ഞാൻ ട്രയലെടുത്ത് ഞാൻ എന്തിനു വണ്ടി ഓടുന്ന ബ്ലോഗ് ഞാൻ ഒരു